ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ആണ്. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇത് തന്നെയാണോ പണിയെന്ന്? ചെറുതായിട്ട്. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ആൻഡ് ഈ ഒരു ടീഷർട്ട് ഞാൻ ഇവിടുന്ന് മേടിച്ചാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റോറിലാണ് പോകാൻ പോകുന്നത്. ആൻഡ് ബൈ ദ ബൈ ഞാൻ ജോർജിയ വന്നിട്ടുള്ള ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ സ്റ്റോറിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ലിഫ്റ്റിൽ പോയിട്ട് ലിഫ്റ്റൊക്കെ ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് ലിഫ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത് ഞങ്ങളുടെ ഫ്ലോറും കഴിഞ്ഞ് പോയി. പിന്നെ ഞാൻ രണ്ടാമത് അപ്പുറത്തെ ലിഫ്റ്റ് ക്ലിക്ക് ചെയ്തു. അതാണ് സംഭവം. അങ്ങനെ ലിഫ്റ്റ് ഒക്കെ ഇറങ്ങി ഞങ്ങൾ താഴെ ഇറങ്ങി. ഇന്നത്തെ വെതർ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയത് ഒരു 5 മണി ആ സമയത്താണ്. ഇന്ന് നല്ല വെതറായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്വെറ്ററൊന്നും ഇടാതെ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. സ്റ്റുഡൻറ്റ് കാർഡ് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്ത് കിടന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ചമ്മലുണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കുന്നത്. എന്നാലും ഞാൻ എടുത്തു. നമ്മൾ എപ്പോഴും ഓൺ ടൈമാണ്. എപ്പം വന്നാലും കറക്റ്റ് അപ്പം തന്നെ മെട്രോ വരും. ഇവിടെ വന്ന് ഞങ്ങൾ മെട്രോയ്ക്ക് ഇതുവരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ മെട്രോ വന്നു. ആൻഡ് ഭാഗ്യത്തിന് സീറ്റൊക്കെ കിട്ടി. ആരും ഇല്ലായിരുന്നു. അങ്ങനെ മെട്രോ ഇറങ്ങി. നമ്മുടെ ഇവിടെ 2 സ്റ്റോപ്പ് കഴിഞ്ഞാലാണ് അർഗവല്ലി കേട്ടോ. അപ്പോൾ ജസ്റ്റ് 5 മിനിറ്റ്സേ എടുക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ അർഗവല്ലിയിൽ എത്തി. ഗയ്സ്, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ചമ്മലുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അന്നൊരു ദിവസം വന്ന സമയത്ത് കുറച്ച് കറങ്ങാൻ പോയ സമയത്ത് കോമൺ ആയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തേ ഉള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ പബ്ലിക്കലി ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ നാട്ടിലും അങ്ങനെ എടുക്കാറില്ലായിരുന്നു. ദുബായിൽ വന്നപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല, ഞാൻ ഇങ്ങനെ എടുത്ത് കുറച്ച് ഓക്കെ ആയി. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് കുറച്ചൊരു കൈൻഡ് ഓഫ് ചമ്മൽ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് മാനേജ് ചെയ്ത് കുറച്ച് എടുത്തു. ഞാൻ പറയാം, ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. കടയിൽ ചെന്നപ്പോൾ സാധനം മേടിക്കുന്ന തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ കടയുടെ ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇന്ത്യൻ സ്റ്റോർ അർഗവല്ലിയിലുള്ള. ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നോക്കിക്കോ. അപ്പോൾ നല്ല സൺ കിസ്ഡ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് വോയിസ് ഓവർ കൊടുക്കണം എന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കാരിഫോറിൽ കയറിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫേവറേറ്റ് ജ്യൂസ് മേടിക്കാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങൾ വർക്കത്തലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ വർക്കത്തലിയിലെ കാരിഫോറിൽ ആ ജ്യൂസ് ഇല്ല. അതായത് ഒരു ഗ്രീൻ ആപ്പിൾ ജ്യൂസ് റാൻഡംലി മേടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ കാരിഫോർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കയറി മേടിക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ശരിക്കും അബുലാബാരിയിൽ നിന്നാണ് മേടിച്ച്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. അത് മേടിച്ചു. ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ 300 അരഗവല്ലി. SCU പഠിക്കുന്നവർക്കറിയാം, SCU ഇവിടെയാണ് വരുന്നത്. നെക്സ്റ്റ് ഈസ് എൻ്റെ സ്റ്റുഡൻറ്റ് കാർഡ് റീചാർജ് ചെയ്യാമെന്ന് വിചാരിച്ച് കയറിയതാണ്. ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ട് സ്റ്റുഡൻറ്റ് കാർഡ് റീചാർജ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറഞ്ഞു തരാം. കാരണം എനിക്ക് ഫസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അറിയാഞ്ഞിട്ട് ഒരു ചേച്ചിയോട് ഹെൽപ്പ് ചോദിച്ച്. അപ്പോൾ ചേച്ചി ഞാനും കൂടെ പിന്നടിച്ച് എൻ്റെ കാർഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അറിയാത്തവർക്ക് ഞാൻ പറയാം, നമ്മുടെ കാർഡ് അവിടെ ഒരു വൈഫൈയുടെ സിമ്പലുണ്ടല്ലോ, അവിടെ ടാപ്പ് ചെയ്യുക. അപ്പോൾ പിന്നടിക്കാൻ വരും, പിന്നടിക്കുക. എന്നിട്ട് അവിടെ കൊടുക്കും. നമുക്ക് ക്യാഷ് ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ ഇൻസേർട്ട് ക്യാഷ് ഓപ്ഷൻ എടുക്കുക, ക്യാഷ് ഇൻസേർട്ട് ചെയ്യുക, പിന്നെ നെക്സ്റ്റ് എടുക്കുക, SMS ചെക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് കാർഡ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. അങ്ങനെ കാർഡും റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ മെട്രോ സ്റ്റേഷനിലാണ് റീചാർജ് ചെയ്തത്. മെട്രോ കയറാൻ പോയി. കണ്ടോ, വർക്കത്തലിയാണ് നമുക്ക് പോകേണ്ടത്. നമ്മളവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം കറക്റ്റ് പോലെ നമ്മൾ എത്തിയപ്പോൾ തന്നെ മെട്രോയും എത്തി. വി ആർ ഓൺ ടൈം. അങ്ങനെ മെട്രോയിലൊക്കെ കയറി ഇറങ്ങി. കയ്യിൽ കുറേ സാധനം ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ സാധനമൊക്കെ റൂമിൽ കൊണ്ട് വെച്ചിട്ടാണ് ബാക്കി സാധനം മേടിക്കാൻ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം അതാണ് സംഭവം. ഗൈസ്, ഒരു കാര്യം കൂടി പറയാൻ വന്നതാണ്. ഞാൻ ആ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം എന്നുള്ളത്. അപ്പോൾ കുറച്ച് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട് പറയുന്നതാണ്. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു 1 മന്ത് ആകുന്നു. അപ്പം ഞങ്ങൾക്ക് ലഗേജിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഡ്രസ്സൊന്നും അങ്ങനെ ഒത്തിരി കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് ഡ്രസ്സ് ടെമുയിൽ നിങ്ങൾക്ക് കുറേ നല്ല ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ ഓഫ്ലൈനായിട്ട് മേടിക്കണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഓൺലൈൻ ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ടെമു. ആൻഡ് ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മേടിച്ചത് ജസ്റ്റിൻ സ്റ്റോർ എന്നുള്ള ഒരു സ്റ്റോറാണ്. ഞങ്ങളിവിടെ വർക്കത്തിൽ ജസ്റ്റിൻ സ്റ്റോറുണ്ട്, അക്മത്തേലി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ജസ്റ്റിൻ സ്റ്റോറുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ആൻഡ് ഞങ്ങൾ നോർമൽ ഈ മെട്രോ സ്റ്റേഷനിലും അല്ലാണ്ടും ഒക്കെ കുറേ ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കുറച്ച് എക്സ്പെൻസീവ് മീൻസ് അത്ര എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ ദ ആക്ച്വൽ പ്രൈസസ് ഹിയർ. ബട്ട് ഒരു 26 ലാരി
20 ലാരി എല്ലാം ഞങ്ങൾ നോക്കിയ കടകളെല്ലാം. പിന്നെ ബ്രാൻഡഡ് പറയണ്ടല്ലോ, H&M അങ്ങനെ കൈൻഡ് ഓഫ് നല്ല റേറ്റാണ്. പക്ഷെ അല്ലാണ്ട് ലോക്കൽ സ്റ്റോഴ്സിൽ നോക്കിക്കഴിഞ്ഞപ്പോഴും 20 ലാരി സംതിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടാണ്, ഒരു വീഡിയോ കണ്ടതാണ്, ഒരു ചേച്ചിയാന്ന് തോന്നുന്നു, വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റിൻ സ്റ്റോർ കണ്ടു, ജസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷേ അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഞാനിട്ട ടീഷർട്ടില്ലേ, അത് ജസ്റ്റ് 15 ലാരിയേ ഉള്ളൂ. ഞാൻ അതുപോലത്തെ ഒരു 6 ടീഷർട്ട് സംതിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഷൂസ് ആണെങ്കിലും നല്ല അഫോർഡബിൾ, 20 ലാരിക്കൊക്കെ നല്ല അടിപൊളി ഷൂ, ബാഗൊക്കെ അവിടെ ഉണ്ട്. ആൻഡ് ജാക്കറ്റ് ആണെങ്കിലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം ഒരു ജാക്കറ്റ്. ആക്ച്വലി അത് കണ്ട 15 ലാരിയാന്ന് പറയത്തില്ല, നല്ല റേറ്റ് തോന്നിക്കുന്ന സംഭവമാണ്. ജീൻസ് ആണെങ്കിലും സാറ എല്ലാത്തിൻ്റെ സംഭവങ്ങളുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല അഫോർഡബിളാണ്. ജീൻസ് ഒരു 35-45 കിട്ടും. ടീഷർട്ട്സ് ആണെങ്കിലും എല്ലാം നല്ല അഫോർഡബിളാണ്. സോ നിങ്ങൾ അങ്ങനെ കൈൻഡ് ഓഫ് അഫോർഡബിൾ ഡ്രസ്സസ് നോക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ജസ്റ്റിൻ സ്റ്റോഴ്സ്. കുറേ സ്ഥലങ്ങളിൽ അത് ഉണ്ട്. വർക്കത്തലിയിലുള്ളവർക്ക് മെട്രോ സ്റ്റേഷന് ജസ്റ്റ് അടുത്ത് തന്നെ ഉണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. നല്ല സ്റ്റോറാണ് കേട്ടോ. സോ എനിക്ക് ഹെൽപ്പ് ചെയ്യണം തോന്നി, കുറച്ച് ആരെങ്കിലും ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കുറേ പുതിയ പിള്ളേർ വരുമ്പോൾ, ആൻഡ് വി ആർ ഓൾസോ ന്യൂ, ജസ്റ്റ് 1 month ആയിട്ടേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്കറിയാവുന്നത് നമ്മൾ പറഞ്ഞു തരുന്നതാണ്, കുഴപ്പമില്ലല്ലോ. സോ അങ്ങനെ പറഞ്ഞതാണ്. സോ ആർക്കെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദെയർ. ഓക്കെ. ഹലോ ഗൈസ്. സോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പെട്ടെന്ന് എന്താ ഈ ഒരു കോലത്തിൽ വന്നീന്ന്. എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഞാൻ കണ്ടോ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് സത്യം ഞാൻ മനസ്സിലാക്കിയത്, എന്ത് ഔട്ട്രോ എടുത്തിട്ടില്ല. അപ്പോൾ അത് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് വന്നത്. ഔട്ട്രോ എടുക്കാൻ മറന്നുപോയി. സംഭവം എന്തെന്ന് വെച്ചാൽ, സാധനമെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടോടാണ് പോയത്. ഞങ്ങളുടെ 2 പേരുടെ കയ്യിൽ ഫുൾ ഓഫ് ലഗേജായി. പിന്നെ വീഡിയോയും കൂടി എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ മെട്രോയിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു, രാത്രി ആയിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ സാധനമൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെയും കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. കടയിൽ ചെന്നപ്പോഴും ഞാൻ സാധനം എടുക്കുന്ന തിരക്കിൽ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഞങ്ങൾ അരുഗ്വേലിയിലുള്ള ഇന്ത്യൻ സ്റ്റോറിലാണ് കേട്ടോ പോയത്. നമ്മുടെ SUവിൻ്റെ അടുത്ത് ഉള്ള ഇന്ത്യൻ സ്റ്റോറിലാണ് പോയത്. മേടിച്ച സാധനങ്ങൾ കാണിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അതും പറ്റിയില്ല, എല്ലാം എടുത്ത് വെച്ചു കഴിഞ്ഞു. ഞങ്ങൾ മെയിനായിട്ട് മേടിച്ചതെന്ന് വെച്ചാൽ ആട്ടയാണ്. ആട്ട മേടിച്ചു, ഗോതമ്പ്, പിന്നെ ഇപ്പി. എനിക്ക് ഇവിടുത്തെ നൂഡിൽസ് അത്ര ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് ഉപ്പ് കൂടുതൽ. അപ്പോൾ ഇപ്പി. പിന്നെ എന്താ മേടിച്ചത്, പുളി ഉണ്ടല്ലോ, പുളി മേടിച്ചു. പിന്നെ ബോൺവിറ്റ, ചന്ദനത്തിരി, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളാണ് മേടിച്ചത്. അങ്ങനെ കുറച്ച് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാരിഫോറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ആപ്പിൾ ജ്യൂസ് മേടിക്കാൻ കയറിയതാണ്. എനിക്ക് ആപ്പിൾ ജ്യൂസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗ്രീൻ ആപ്പിളിൻ്റെ. പക്ഷേ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന കാരിഫോറിൽ ആ പെർട്ടിക്കുലർ സംഭവം ഇല്ല. അപ്പം ഞാൻ അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചാൽ കണ്ടപ്പോൾ അത് മേടിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടും പോയിട്ട് മേടിച്ചു. എൻ്റെ ബെഡ്ഷീറ്റൊക്കെ കാണാം. ഓക്കെ, ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടും പോയി മേടിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോയുടെ ഔട്ട്രോ എടുക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ഇത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ ഇത്രയൊക്കെയാണ് മേടിച്ചത്. അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആരെങ്കിലും ഇന്ത്യൻ സ്റ്റോർ അറിയാത്തവർ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ പോകാം. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. വേറെ സ്ഥലത്തും ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ അടുത്ത് അതായതുകൊണ്ടാണ് അവിടെ പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. സോ അതുവരെ ടാറ്റാ.